Hello, welcome to my YouTube channel. Today, let's make a cute bookmark. അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാട്ടർ കളർ പേപ്പറാണ്. അതാകുമ്പോഴത്തേനും കുറച്ച് തിക്നെസ് ഉണ്ടാകും. ബുക്ക് മാർക്കിന് കുറച്ച് തിക്നെസ് ഉള്ള പേപ്പർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ കുറച്ച് ബ്രഷ് പെൻസ്. എൻ്റെ കയ്യിലുള്ളത് ബ്രഷ് പെൻസ് ആയതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഹൈലൈറ്ററോ അല്ലെങ്കിൽ സ്കെച്ചോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്കെച്ച് അങ്ങനെ എന്തെങ്കിലും പെയിൻറ്റോ എന്ത് വേണമെങ്കിലും ആകാം. ഇന്നിപ്പം നമ്മുടെ ഈ ഒരു ആർട്ട് വർക്കിന് ഇത്തരം കാര്യങ്ങൾ മതി. പേപ്പറും സിസേഴ്സും പെന്നും ഒരു ബ്രഷ് പെന്നും. ദെൻ നമുക്ക് ഈ ഒരു പേപ്പർ ബുക്ക് മാർക്കിൻ്റെ വിഡ്ത്തിലും ലെങ്തിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു പെൻസിലും കൊണ്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എഴുതി കൊടുക്കുകയാണ്. എന്താണോ നമുക്ക് ആ ഒരു ബുക്ക് മാർക്കിൽ നമുക്ക് എഴുതേണ്ടത്. ഞാനിപ്പം ജസ്റ്റ് ഒരു ബൈബിൾ കോട്ടാണ് എഴുതുന്നത്. ഹീസ് വിത്ത് യു എന്നുള്ളൊരു ബൈബിൾ കോട്ടാണ് എഴുതുന്നത്. ബൈബിളിൽ വെക്കാനുള്ള ഒരു ബുക്ക് മാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. ദെൻ കുറച്ചൊരു എസ്തെറ്റിക് ആ ഒരു ഭംഗി കിട്ടുവാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലോറൽ തിങ്സ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പെൻസിൽ ഡ്രോയിങ്സ് ആണത്. എന്ത് ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസും കാര്യങ്ങളാണ്. ദെൻ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇൻട്രസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഡിസൈൻസ് അവൈലബിൾ ആണ്. നമുക്ക് അതിനകത്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതിനുശേഷം നമ്മളിപ്പോൾ പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തത് ഒരു ബ്ലാക്ക് കളർ ബോൾ പെൻ കൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വരച്ച ഫ്ലോറൽ ഡിസൈൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നും കൂടെ അതിൻ്റെ മുകളിലൂടെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പം തന്നെ നമുക്ക് ആ ഒരു ഭംഗി കിട്ടിയിട്ടുണ്ട്. ആ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്ക് ഇപ്പം തന്നെ റെഡിയാണ്. ഞാൻ ജസ്റ്റ് ബ്രഷ് പെൻ വെച്ചിട്ട് എഴുതിയിരിക്കുന്ന ഭാഗം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ആസ്വദിച്ച് നിങ്ങൾക്ക് ആ ഒരു പേപ്പർ തന്നെ വേണമെങ്കിൽ ബുക്ക് മാർക്കായിട്ട് ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ കയ്യിലൊരു തിൻ പോളിത്തീൻ ഒരു ഷീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ അതിനൊരു ഔട്ട്ലൈൻ പോലെ അല്ലെങ്കിൽ ലാമിനേഷൻ പോലെ നമുക്കത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ചെയ്യുന്നത് ആ ഒരു ലാമിനേഷൻ പേപ്പർ ഫ്രണ്ടിൽ വെച്ചിട്ട് എൻ്റെ കയ്യിൽ വലിയൊരു സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നു. ആ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ബാക്ക് സൈഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം നല്ല കറക്റ്റ് ക്ലിയർ ഗ്ലോസി ആയിട്ടുള്ള ഒരു പ്രോപ്പർ ബുക്ക് മാർക്ക് നമുക്ക് കിട്ടും. നമുക്ക് ആ പേപ്പർ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു DIY ആണല്ലോ, അതുകൊണ്ട് തന്നെ ചെയ്തതേ ഉള്ളൂ. ഇത് ഇപ്പോൾ കുറച്ചും കൂടെ ഒരു നീറ്റ് ലുക്ക് വന്നു. ഞാൻ ജസ്റ്റ് സൈഡ് ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഇറ്റ്സ് റെഡി. എങ്ങനെയുണ്ട് ഈ ഒരു ബുക്ക് മാർക്ക്? വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയും ഇതുപോലുള്ള DIYs കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഇത് ഞാൻ കുറച്ച് നാൾ മുൻപേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ബുക്ക് മാർക്സ് ആണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ട്, എങ്ങനെ ചെയ്തതെന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ബൈ.